നമ്മളും ഒരു ആർത്തിയല്ലേ. നല്ല ഹൈറ്റിലുള്ള താനെ എത്തി താനെ ബോംബെയുടെ താനെ നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് താനെ. നമ്മൾ മുംബൈ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പോകാം. അങ്ങനെ CST റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ പോകണ്ട, ഛത്രപതി ശിവാജി. നമുക്ക് എന്തായാലും നമുക്കൊന്ന് ക്ലോക്ക് റൂമിൽ വെക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ കാണാം. ഞങ്ങളിപ്പം CSTയിലോട്ട് നമ്മൾ പോവുക. അതൊക്കെ നമ്മൾ LTTയിൽ വന്ന് ഇറങ്ങി. പക്ഷേ തിലക് നഗറിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ, ലോക്കൽ ട്രെയിൻ അവിടെ നിന്നേ ഉള്ളൂ. ഇവിടുത്തെ ഓരോരുത്തന്മാരത്ത് ചോദിച്ചപ്പം പലമാരും പലതാറാണ്. റെയിൽവേ ഓഫീസേഴ്സിന് ചോദിച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. ഇവിടെ ടാക്സിക്കാരന്മാരുടെ ഓട്ടോക്കാരന്മാരൊന്നും ചോദിക്കുമ്പം 1.5 കിലോമീറ്റർ ഉള്ളതിന് അവന്മാർ പറയും 2-3 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് അവർ കോട്ടത്തിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നടക്കാൻ ദൂരേ ഉള്ളൂ. അപ്പം ബാക്കി നമുക്ക് അവിടെ എത്തുമ്പം കാണാം. നമ്മളവിടുത്തെ ടിക്കറ്റിൻ്റെ മെഷീനിൽ നിന്ന് CSTയിലോട്ട് 2 ടിക്കറ്റ് എടുത്ത് നമ്മൾ കൗണ്ടറിൽ നിന്ന് കണ്ട ആവശ്യമില്ല. നമുക്ക് ഗൂഗിൾ പേയിൽ QR കോഡ് വെച്ച് സ്കാൻ ചെയ്യാം. അങ്ങനെ ട്രെയിനിൽ പറഞ്ഞാൽ വരും. ഒരു ടിക്കറ്റിന് 10 രൂപ. അപ്പം നമുക്കിനി CSTയിൽ ഇറങ്ങി കാണാം. ഓക്കെ ഗൈസ്. 6.5 hours later. നമ്മൾ മാറി ഹാൻഡിക്യാപ്പിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ പോയി കയറി. നമുക്ക് അറിയത്തില്ലായിരുന്നു, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, മൊത്തം ഫുള്ളായുണ്ട്. പിന്നെ നമ്മളിൻ്റെ ഇത് പോലീസ് RPF അല്ലേ, പെർ പേഴ്സൺ 100 രൂപ. ഇവർക്ക് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്നു. 500 രൂപ. നമുക്ക് എന്തേനാ, നമുക്ക് 100. പക്ഷേ ചക്രവർത്തി प्रजापति भैया सलाम. आपको डरने का नहीं, जो होगा तो डरने का नहीं हो, सीधा कर लो, जो भी होगा नाम आपका इधर फर्स्ट है यूपी में रोस्ट का फरमान अवध भैया. എന്തേനാ ഇവിടിങ്ങനെ പെട്ട് 4.5 മണിക്കൂറായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്താ അവസ്ഥ? പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടെ പ്രായമുള്ള ആൾ എല്ലാവരും പറഞ്ഞ പുള്ളി അല്ലവൻ. അങ്ങനെ ഒട്ടത്തി നമ്മൾ 3G ആയിട്ട് ഇവിടെ ഇരിക്കുക. കുറേ നേരമായിട്ട് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലേ. 4.5 മണിക്കൂർ ഒറ്റ നിൽപ്പ് നിന്നു.
ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ടൊക്കെ കയറിയതാണ്. പക്ഷെ നമുക്ക് അറിയത്തില്ലായിരുന്നു, അറിയാമെങ്കിൽ നമ്മൾ കയറത്തില്ലായിരുന്നു. ഇതേനാ അവസ്ഥ. ഫേസ്ബുക്ക് ഡൈനിട്ടല്ലൊക്കെ ഉള്ളി ഇൻസ്റ്റാഗ്രാം ഏകദേശം ഒരു 5-5.5 മണിക്കൂറിന് ശേഷം 100 രൂപ ഫൈനും അടച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ പേര് എന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളൊരു ഇത് ബ്രെഡിൻ്റെ എന്തോ സംഭവങ്ങളാണ്. ഇത് നമ്മളവിടുത്തെ ഉള്ളിവട പോലത്തെ സെറ്റപ്പ് എന്താ വെച്ചാൽ കഴിച്ചിട്ട് എക്സ്പീരിയൻസ് പറയാം. ഫുഡ് എന്താ വെച്ചാൽ നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇവിടെ നിന്ന് ഫുഡ് മേടിച്ചത് ഓൾഡ് കസ്റ്റം ഹൗസ് ക്യാൻറ്റീൻ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ ബ്രെഡ് കൊണ്ടുള്ള എന്തൊരു സംഭവം സോസിൽ മുക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇടിച്ചമ്പന്തി എന്നുള്ള സംഭവമുണ്ട്. അത് വടക്കോട്ടുള്ളവർക്ക് നമുക്ക് അറിയത്തില്ല, കേരളത്തിൽ തന്നെ. പക്ഷേ തെക്കൊക്കെ ഉള്ളവർക്കറിയാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊക്കെ നമ്മളോട് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അത്. നമ്മളവിടുത്തെ എക്സാക്റ്റ് ഉള്ളിവട, എക്സാക്റ്റ് ഷേപ്പ് മാറിയാണെന്നേ ഉള്ളൂ. ഇതിൻ്റെയൊന്നും കറക്റ്റ് പേരെനിക്കറിയത്തില്ല. കൊള്ളാമല്ലേ? കൊള്ളാം. ഇതിരിത്ര നമ്മൾ 60 രൂപ. ഉള്ളിവടയുടെ ഒരു സംഭവം 2 എണ്ണം. ബജറ്റ് ഫ്രണ്ട്ലി. 60 രൂപയ്ക്ക് ഓർത്തിയല്ലേ? 60 രൂപയ്ക്ക് കറക്റ്റാണ്. നല്ല സാധനം. ഒരു മസ്റ്റ് ട്രൈ അല്ലെങ്കിലും കുഴപ്പമില്ല. കൊള്ളാം. ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. മോനെ നമ്മുടെ താജ് ഹോട്ടൽ. പൊളി പൊളി വഴി. ഞാൻ വിചാരിച്ചു നല്ല പക്ഷേ നല്ല കാറ്റും ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. പക്ഷേ കൊള്ളാം, ഒരടി കൊള്ളാം. എൻ്റെ മോനെ സീൻ പൊളി പൊളി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ 1911 ഇന്ത്യ വിസിറ്റ് ചെയ്ത ജോർജ് അഞ്ചാമനും ക്വീൻ മേരിയുടെയും അവരുടെ ആ ഇന്ത്യ വിസിറ്റിനെ കുറിച്ച് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പണിഞ്ഞതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത് 1924 ഡിസംബർ 4-ാം തീയതി ഇതിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ചെയ്തു. നമുക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ഒരു കണക്കനുസരിച്ച് 21 ലക്ഷം രൂപയാണ്. അന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. 21 ലക്ഷം രൂപ എടുത്തത് പണിഞ്ഞു തരാൻ. ബെസാൾട്ടും കോൺക്രീറ്റും ഉപയോഗിച്ചിട്ടാണ് ഇത് പണിഞ്ഞേക്കുന്നത്. ഏകദേശം 26 മീറ്റർ ഫീറ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 86 ഫീറ്റിൽ ഹൈറ്റ് കാണും ഇന്ത്യയുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക്. 24 hours ഇത് ഓപ്പണാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ 2008 നവംബർ 26 ഇവിടുത്തെ ടെററിസ്റ്റ് അറ്റാക്ക്. അതിനുശേഷം ഇവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ ഒന്ന് അല്പം ചെക്കിങ് എല്ലാവരും ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടേ എല്ലാവരെയും അകത്ത് കയറ്റുള്ളൂ. പിന്നെ പക്ഷേ എന്തായാലും നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഒരു മസ്റ്റ് വിസിറ്റ്. നമുക്ക് മുമ്പേ നിന്ന് ആലോചിച്ചത് തന്നെ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന 1-2 പ്ലേസിൽ ഒരെണ്ണമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഫെറി സർവീസൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഫെറി സർവീസ് എടുത്തില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പക്ക ഒരു സ്പോട്ട് തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ.